ഇലക്ട്രൽ ബോണ്ടിൽ വിശദാംശങ്ങൾ നൽകാൻ സാവകാശം തേടി SBI സുപ്രീം കോടതിയെ സമീപിച്ചു. ജൂൺ 30 വരെ സമയം വേണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? അമൃത, കഴിഞ്ഞ മാസമാണ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇത് ഒരിക്കലും അനുവദിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ ഇതിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ സമർപ്പിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ SBIക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ സാവകാശം തേടിയാണ് SBI സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി നൽകിയ സമയപ്രകാരം മറ്റന്നാളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സമർപ്പിക്കുവാനുള്ളായിരുന്നത്. പക്ഷേ ജൂൺ 30 വരെ തങ്ങൾക്ക് സമയം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ SBI പ്രധാനമായും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ തീരുമാനം ഉണ്ടാവുക എന്നതാണ് ഏറെ പ്രധാനമായി വരിക. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും അധികം ബോണ്ടുകൾ ലഭിച്ചത് BJPക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് തിരിച്ചടിയാകുമോ എന്ന വിലയിരുത്തലെല്ലാം വിവിധ കോണിൽ നിന്ന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം സുപ്രീം കോടതി അനുവദിക്കുമോ എന്നതാണ് ഏറെ പ്രധാനമായി ഉള്ളത്. എന്തായാലും ജൂൺ 30 വരെയാണ് ഇപ്പോൾ സാവകാശം തേടിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നതാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. ശരി അരവിന്ദ്.